നമസ്കാരം. നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനി നമുക്ക് മുന്നിലുള്ളത് കേവലം 24 മണിക്കൂർ മാത്രമാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികൾ യമനിൽ ചർച്ച നടത്തുകയാണ്. പക്ഷേ ഒരു തീരുമാനം ഇതുവരെയായിട്ടും അതിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനിയുള്ള ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റും ഓരോ നീക്കങ്ങളും തീരുമാനങ്ങളും ഏറെ നിർണായകവുമാണ്. തലാലിൻ്റെ കുടുംബം ഇതുവരെയും യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സാഹചര്യത്തിൽ ചർച്ചകൾ വളരെ ദുഷ്കരമാണ്. പക്ഷേ കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് വലിയ ചർച്ചയാണ് നടന്നു വരുന്നത്. എന്നാലും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിമിഷപ്രിയയുടെ കുടുംബവും ഒപ്പം തന്നെ മറ്റുള്ളവരും നിൽക്കുന്നത്. കാരണം ഇന്നത്തെ ചർച്ചയിൽ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. അതായത് ഒന്ന്, ഈ ശിക്ഷാവിധി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. മറ്റൊന്ന്, ഈ ശിക്ഷാവിധി നടപ്പാക്കുന്നത് നീട്ടിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു നീക്കവും ഇതിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ഈ ചർച്ചകളൊന്നും തന്നെ ഫലവത്തായില്ല എങ്കിൽ നാളെ ഈ ശിക്ഷാ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. കാരണം നാളെയാണ് വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള തീയതി യമൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കും. അതിനുവേണ്ട നടപടികളും ജയിൽ അധികൃതർ ഇപ്പോൾ തുടങ്ങിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സനായിലെ ക്രിമിനൽ കോടതിയിൽ ഹർജി നൽകാനാണ് ഇപ്പോൾ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ കൂടിയും അങ്ങനെയെങ്കിൽ അടിയന്തരമായി തന്നെ ഇന്നത് സനായിലെ ക്രിമിനൽ കോടതി അക്കാര്യം പരിഗണിക്കുകയും ചെയ്യും. സ്വാഭാവികമായും നാളെ വധശിക്ഷ നടപ്പാക്കേണ്ട ഒരു കേസായതിനാൽ തന്നെ ഇന്ന് തന്നെ അത് അടിയന്തരമായിട്ട് പരിഗണിക്കാൻ തന്നെയാണ് കൂടുതലും സാധ്യത. അങ്ങനെയെങ്കിൽ അത് നീട്ടിവെക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് വരും മണിക്കൂറുകളിൽ നോക്കി കാണേണ്ടതായിട്ടുള്ളത്. പബ്ലിക് പ്രോസിക്യൂട്ടർ നേരത്തെ ഈ ഉത്തരവൊക്കെ പുറത്തിറക്കിയതിനാൽ തന്നെ ക്രിമിനൽ കോടതി അതിലെന്ത് നിലപാട് ഇനി സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, ഈ തലാലിൻ്റെ കുടുംബവുമായിട്ടുള്ള ചർച്ചയാണ്. അതായത് ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് തലാലിൻ്റെ കുടുംബത്തിന് ഇക്കാര്യത്തിൽ ഒരു ഐക്യമില്ല എന്നുള്ളതാണ്. ഈ ഒരു ദിയാദാനം അത് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ പല ആളുകൾക്കും പല അഭിപ്രായമാണ്, അതിൽ എതിർപ്പുകളും. ചില ആളുകൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യജീവൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അതിൽ അനുകൂലിക്കുന്ന ചില ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട ഒരു പൗരനാണ് ഈ മരണപ്പെട്ട തലാൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങൾക്ക് ഈ ദിയാദാനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. ഇനി കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്. കാരണം ചെയ്യാനുള്ളതെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇപ്പോഴും ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ യമൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഈ വധശിക്ഷ അത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുകൂല നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഒരു സൂചനയും ഇതുവരെയായിട്ട് ലഭ്യമായിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പോലും പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ച് അവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. പക്ഷേ ഇപ്പോഴും കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ അവിടെ കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസവും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് ഇന്നും തുടരുമെന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടെ ഗോത്രവിഭാഗക്കാരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും ഇതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ നടക്കുകയും ചെയ്യുകയാണ്. സുന്നി വിഭാഗത്തിൻ്റെ നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ഇപ്പോൾ മുൻകൈ എടുത്തിട്ടുള്ളത്. ആ സംഘം ഇപ്പോൾ അവിടെയുണ്ട്. ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രതിനിധികളുമുണ്ട്, നിമിഷയുടെ കുടുംബവുമുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ കുടുംബത്തെ അനുനയിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും അറിയാൻ സാധിക്കും. എന്നാൽ ഈ തലാലിൻ്റെ സഹോദരനാണ് ഒരു തരത്തിലും ഈ ദിയാദാനം സ്വീകരിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങളിൽ മറ്റു ചിലർ ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ മകനെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരനെ ഒക്കെ വലിയ ക്രൂരമായി കൊലപ്പെടുത്തി ആ മൃതദേഹം കഷ്ണങ്ങളാക്കി മാറ്റിയ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഒരു മാപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത് അവൾ അറിയിക്കുന്നില്ല എന്ന നിലപാടാണ് കുടുംബത്തിലെ ഒരു വിഭാഗം ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ദിയാദാനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഗോത്രവിഭാഗക്കാർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു പൗരനെ കൊലപ്പെടുത്തിയ കേസാണ്. അതുകൊണ്ട് തന്നെ അതിൽ ദിയാദാനം കൈപ്പറ്റിക്കൊണ്ട് അത്തരത്തിലൊരു മാപ്പ് നൽകേണ്ട ആവശ്യകത ഉണ്ടോ ഈ കേസിൽ എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ കുടുംബത്തെ മാത്രം അനുനയിപ്പിച്ചാൽ മതിയെങ്കിൽ ഇപ്പോഴിതാ ഈ ഗോത്രവിഭാഗത്തെ കൂടി അനുനയിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു കൂട്ടരെയും അനുനയിപ്പിക്കുന്ന ചർച്ചകൾ ഇന്ന് പുരോഗമിക്കുകയാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ ശിക്ഷാവിധി റദ്ദാക്കുന്ന കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടായാൽ പോലും തന്നെ നാളത്തെ ഈ ശിക്ഷ അത് നടപ്പാക്കുന്ന ആ സമയം അത് നീട്ടിവെക്കാനുള്ള ഒരു തീരുമാനം സനായിലെ ക്രിമിനൽ കോടതി ഇന്ന് അനുവദിച്ചാൽ അത് വളരെയധികം ആശ്വാസകരമാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും വരും മണിക്കൂറുകളിൽ വളരെ പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അവസാന നിമിഷം വരെയും ആ പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിലൂടെ ആ കുടുംബത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും.
ദിയാധനം സ്വീകരിക്കുക എന്നതാണ് ശരീഅത്ത് നിയമപ്രകാരം ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട പോംവഴി. പക്ഷേ അത് കുടുംബം തയ്യാറല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്.